സ്വതന്ത്രമായിട്ട് മത്സരിക്കാത്തതിന് കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിട്ടുള്ളത്. അതിൽ ഏത് നേതൃത്വമാണ് അതിൻ്റെ ഗൂഢാലോചനയ്ക്ക് മുന്നൊരുക്കം ഇട്ടിട്ടുള്ളതെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവരങ്ങൾ കിട്ടിയതിന് ശേഷം അറിയിക്കാം. എന്താണ് നിലപാടെന്താ? തീർച്ചയായിട്ടും ഇപ്പോൾ വന്ന പ്രസിഡന്റിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സംവിധാനമായിട്ട് മുന്നോട്ട് പോകും. അത്ര തന്നെ. തീർച്ചയായിട്ടും ആ ഒരു നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. ആ ഒരു നിലപാട് ഞാൻ നിൽക്കുന്ന പാർട്ടി, ഞാൻ എപ്പോഴും വീണ്ടും പറയണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിൽ അടിച്ച് തറയറച്ച് പറയാൻ എനിക്കിപ്പോഴും സാധിക്കും. അത് തന്നെ പറയുകയുള്ളൂ. അത് മണ്ഡലം പ്രസിഡന്റ് പറയുകയുണ്ടായി, അവൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാണെന്നും റിബൽ നിന്നാണെന്നും. അത് അവരുടെ വാർഡിൽ റിബൽ നിന്നിട്ടും കോൺഗ്രസ്സുകാരെ തന്നെ വമ്പൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ട്. 19-ാം വാർഡിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് നിന്നിട്ടുള്ളത്. അതിന് UDF-ന്റെ ഒരു വിഭാഗം ആളുകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. അതേ വാക്ക് തന്നെ എപ്പോഴും പറയാനുള്ളൂ. അതിലൊരു മാറ്റവും ഇല്ല. ഈ വമ്പൻ തോൽവി നേരിട്ട ആളെ കുറിച്ച് പറയാം. വമ്പൻ തോൽവി നേരിട്ട ആള് മീഡിയയിലുമായി ബന്ധപ്പെട്ട് എന്നെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആളുടെ പേര് അതാ ഞാൻ പറഞ്ഞ പാർട്ടിയുടെ മഹത്വം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ആ പാർട്ടിയിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരാളെ പേര് മെൻഷൻ ചെയ്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല. കോൺഗ്രസ് ആണ് നിങ്ങളുടെ ഈ വിവാദങ്ങളൊക്കെ പൂർണ്ണമായും. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഈ ഒരു ഗൂഢാലോചനയും അതിലേക്ക് ചില മെമ്പർമാരെ വഴുതി വീഴേണ്ട സാഹചര്യങ്ങളും പാർട്ടി അത് പിടിച്ചോടത്ത് കിട്ടാത്തൊരു നിലപാട് ഉണ്ടായിട്ടുണ്ട്. അറിയില്ല. ഇപ്പോഴും പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു വിവാദങ്ങളുമില്ല. പൂർണ്ണ പിന്തുണയോടെ തന്നെയാണ് ഞാൻ വോട്ട് ചെയ്തിട്ടുള്ളതും വിജയിപ്പിച്ചിട്ടുള്ളതും. ഇപ്പോഴും അതേ ഒരു ചിന്താഗതിയിൽ തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന്റെ വെല്ലുവിളിയെ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോഴും പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും. കോൺഗ്രസിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, 2, 3, 4 പ്രാവശ്യമായിട്ട് അത് അടിയുറച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു മുസ്ലിം ലീഗ് പാർട്ടിയോടുള്ള കൂറ് പുലർത്തിയതുകൊണ്ട് തന്നെ. ഇങ്ങനെ അടിയുറച്ച് പറയാൻ UDF സംവിധാനത്തിൽ കോണി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾക്ക് കഴിയില്ല. പക്ഷെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച ഞാനത് പറയണമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ്. അതിലൊരു മാറ്റമില്ല.